ഫസ്റ്റ് ഒരു 20 റൂംസ് ഉണ്ടായിരുന്നുള്ളൂ, അതൊരു 40 റൂംസ് ആക്കി, പിന്നെ അത് 80 റൂംസ് ആക്കി. ഒരുപാട് വിസ്മയങ്ങളുള്ള ഒരു സംരംഭമാണത്. ഒരു ഗസ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഗസ്റ്റിൻ്റെ വാണ്ട്സ് എന്താണ്, നീഡ്സ് എന്താണ്, അത് ഡെലിവർ ചെയ്യണം. ഐ വോണ്ട് ടു മേക്ക് എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി. ഐ വോണ്ട് ടു ബി എ ഡിഫറെൻറ്റ് പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. കോർപ്പറേറ്റ് കമ്പനീസിന്, കോർപ്പറേറ്റ് പീപ്പിളിന് അവർക്കായിട്ട് എൻജോയ്മെൻ്റ് ഒന്നുമില്ല. ഏഷ്യാസ് വൺ ഓഫ് ദ ടോളസ്റ്റ് മാൻ മെയ്ഡ് വാട്ടർഫാൾസ്, ഇന്ത്യാസ് ലാർജസ്റ്റ് റൂഫ് ടോപ്പ് ഫുട്ബോൾ ടർഫ്, പിന്നെ ഇന്ത്യാസ് ഫൈനസ്റ്റ് കൺവെൻഷൻ സെൻറ്റർ. ഹായ്, ബ്രാൻഡ് ടോക്സ് ബൈ BJPSലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വിഷ്ണു അനിൽ സാറാണ്. ഇദ്ദേഹം അവയാന റിസോർട്ട്സ് ആൻഡ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഡയറക്ടറാണ്. ഈ റിസോർട്ട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഹ്യൂജ് വാട്ടർഫോൾ, അതിനകത്തൊരു 7 റൂംസ് പ്ലസ് റൂഫ് ടർഫ്, അങ്ങനെ ഒരുപാട് വിസ്മയങ്ങളുള്ള ഒരു സംരംഭമാണത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത് വിഷ്ണു അനിൽ സാറാണ്. ഇതെടുത്ത് പറഞ്ഞു വെച്ചാൽ ഇത് MJ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ അനിൽ സാറിൻ്റെ മകനാണ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യെസ് സാർ, അതായത് സാർ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? അതായത് ഈ ഒരു റിസോർട്ട്സ് അല്ലെങ്കിൽ കൺവെൻഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭ രംഗത്തിലേക്ക്, ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് സാർ എങ്ങനെയാണ് ഇതിനെ കടന്നു വന്നത്? അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എൻ്റെ ഫാദർ, സോ ചൈൽഡ്ഹുഡ് തൊട്ട് ഐ എം സീയിങ് സ്ട്രഗിൾ ചെയ്യുന്നത്. സ്ക്രാച്ച് തൊട്ടാണ് എൻ്റെ ഫാദർ എല്ലാം ചെയ്തിരിക്കുന്നത്. സോ അച്ഛനെ കണ്ട് ഞാൻ ഇൻസ്പയർ ആയി. പ്ലസ് ഇതിനെക്കാട്ടി വലിയൊരു സപ്പോർട്ട് എനിക്ക് എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ല. സോ ഫാദർ ഇസ് ദ മെയിൻ റീസൺ. ഓക്കെ. പക്ഷേ നിങ്ങൾക്കൊരു ഐഡിയാസ് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്രേസ്, അങ്ങനെ ഒരു നമുക്കൊരു ഒരു ആംഗിളിൽ ഒരു ചില കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല. ആ ഒരു ആംഗിളിലുള്ളത് ആ ഒരു ടേസ്റ്റ് ഒക്കെ വെച്ചിട്ടാണോ അത് ഡെവലപ്പ് ചെയ്തതും? അതെ, ലൈക്ക് ഐ സെഡ്, എൻ്റെ അച്ഛൻ സ്ക്രാച്ച് തൊട്ട് എല്ലാം ഉണ്ടാക്കി. സോ അച്ഛൻ്റെ ആ തോട്ട് പ്രോസസ്സിൽ ടാപ്പ് ഇൻ ചെയ്തിട്ട് അച്ഛൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഫുള്ള് പഠിക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓക്കെ ഇതാണ് ബിസിനസ്. ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. സോ ഇൻട്രസ്റ്റിംഗ്. സോ ബേസ് ഫാദറായിട്ട് വന്നു, പക്ഷേ നമ്മുടേതായ ഒരു ഇൻട്രസ്റ്റ്, അതെ, ഒരു പാഷൻ, അതെ, അത് ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ സാർ. അപ്പം സാറിന് ഈ ഒരു സംരംഭം ഇങ്ങനെ ഈ ഷേപ്പിലാക്കിയിട്ടാണോ ഹാൻഡ് ഓവർ ചെയ്ത്, ഇല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രാച്ച് മുതൽ സാറിൻ്റെ ഐഡിയയും കൂടി എടുത്തിട്ട് സാർ ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് മുതലുണ്ടോ? സോ ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കൺവെൻഷൻ സെൻറ്റർ ആയിരുന്നു. അതെൻ്റെ സിസ്റ്ററിൻ്റെ വെഡിങ്ങിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തതാണ്. ഓക്കെ. സോ ഡ്യൂ ടു കോവിഡ് അത് പോസ്റ്റ്പോൺ ആയിപ്പോയി. അപ്പോൾ അച്ഛൻ ഞാനും ഓരോ തോട്ട് പ്രോസസ്സിൽ ഓരോ ഐഡിയ ആയിട്ട് അത് റിസോർട്ടാക്കി മാറ്റി. ഫസ്റ്റ് ഒരു 20 റൂംസ് ഉണ്ടായിരുന്നുള്ളൂ, അതൊരു 40 റൂംസ് ആക്കി, പിന്നെ അത് 80 റൂംസ് ആക്കി, ഒരു ഹോട്ടൽ ലെവലായിട്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലത്ത് ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ വന്നെങ്കിൽ നമുക്ക് പുതിയ ഐഡിയാസ്, പുതിയ മേഖല അല്ലെ, ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കാനും തിങ്ക് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കോവിഡ് തന്നു. അതെ, താങ്ക് ഗോഡ്. ഈ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ സാർ ആദ്യം കടന്നു വന്നപ്പോൾ, തന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് എന്തൊക്കെയാണ്? സോ ബേസിക്കലി നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് അപ്പാർട്ട്മെന്റ്സ് കെട്ടുന്നു, ഫ്ലാറ്റ്സ് സെയിൽ ചെയ്യുന്നു, ഡൺ. സോ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ അത്രയും അഡ്ജസ്റ്റ് ചെയ്യണം. ഒരു ഗസ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഗസ്റ്റിൻ്റെ വാണ്ട്സ് എന്താണ്, നീഡ്സ് എന്താണ്, അത് ഡെലിവർ ചെയ്യണം. സോ ഗസ്റ്റിന് ഓരോ എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ആ എക്സ്പെക്ടേഷൻസ് മാക്സിമം നമ്മൾ മീറ്റ് ചെയ്യണം. സോ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫാദറിനും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബട്ട് ഞാനിതിൽ ഫ്രഷ് ആയിട്ട് വന്നുകൊണ്ട് എനിക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. ബട്ട് ഇറ്റ്സ് റണ്ണിങ്. എന്നാലും ഈ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ എന്ന് പറയുമ്പോൾ അത് വല്ലപ്പോഴും അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ മാത്രം ഒരു ഇവന്റ്സ് നടക്കുന്ന ഒരു റിസോർട്ടിലേക്ക് എന്ന് പറഞ്ഞു വരുമ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യാനില്ല. ഹോസ്പിറ്റാലിറ്റി മെയിനായിട്ട്, പിന്നെ ഈ ഒരു ലൈവ്ലിഹുഡ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അത് ആ ഒരു തീം, ഇങ്ങനത്തെ ഒരു തീം എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ എവിടെ നിന്നാണ് വന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു റൂഫ് ടോപ്പ് ടർഫ്, ഇത്രയും വലിയൊരു വാട്ടർഫാൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധാരണ ആളുകൾ ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ ചിന്തിച്ച് ഉണ്ടാക്കിയ ഒരു കാര്യങ്ങളല്ല. സോ ഈ ഒരു ലോജിക്കൊക്കെ എങ്ങനെയാ, എന്തായിരുന്നു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? സോ നമ്മൾക്കൊരു ഡിഫറെൻറ്റ് സാധനം, ഒരു യുണീക്ക് സാധനം ദാറ്റ് എവിടെയില്ല. സോ അത് തിങ്ക് ചെയ്ത് വന്നപ്പോഴാണ് ഫാദറിൻ്റെ ആയിട്ട് ഐഡിയ ആയിരുന്നു ഒരു വാട്ടർഫാൾസ്. ഫാദർ പറഞ്ഞു അതിൻ്റെ അകത്ത് റൂംസ് നമുക്ക് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാനും വിചാരിച്ചു ഓക്കെ ജസ്റ്റ് ജോക്കിങ് പറഞ്ഞ് വിട്ടു. കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ റൂംസ് ഹി മെയ്ഡ് ഇറ്റ് ഹാപ്പൻ. ഓക്കെ. ആൻഡ് ടർഫ് ആക്ച്വൽ പ്ലാനിൽ ഉണ്ടായിരുന്നില്ല, ബട്ട് ഞാൻ സ്കൂളിൽ ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു. സോ ഐ വാണ്ടഡ് എ ടർഫ്.
ഒരു സ്മോൾ ടർഫാണ് ഉദ്ദേശിച്ചത്, ബട്ട് അത് കൺസ്ട്രക്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഇന്ത്യസ് ലാർജസ്റ്റ് റൂഫ് ടോപ്പ് ഫുട്ബോൾ ടർഫായിട്ട് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ സാറിൻ്റെ സ്കൂളിംഗ് കോളേജസ് എല്ലാം എല്ലാം ബാംഗ്ലൂർ. എല്ലാം ബാംഗ്ലൂർ തന്നെയാണ്. സോ ഫുള്ളായിട്ട് ഈ ഒരു നേച്ചർ ക്ലൈമറ്റിനനുസരിച്ചുള്ള കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലേക്ക് വരുന്ന ഒരു പ്ലാന്റ്സ് ഒക്കെ നോക്കി സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു പാഷൻ അതിനകത്തുണ്ടല്ലേ. ഓൾ ഓവർ ദ വേൾഡ്, ഓൾ ഓവർ ഇന്ത്യ നമ്മൾ പ്ലാന്റ്സ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ബാംബൂസ് ഒക്കെ നമ്മൾ വയനാട് നിന്നായിരുന്നു. പിന്നെ സർട്ടൻ ബാംബൂസ്, സർട്ടൻ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ഓവർ നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരു വെറൈറ്റി, ഒരു യുണീക്ക് തീം ഉണ്ടാക്കാൻ വേണ്ടിയാണ് മെയിൻ കോൺസെപ്റ്റ്. സാർ ഇപ്പം സാർ ഇതിന് തൊട്ട് മുന്നത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനും വരുന്നുണ്ടല്ലോ. യെസ്. അപ്പം ഈ രണ്ട് ജനറേഷൻ തമ്മിൽ സാറ് കാണുന്ന ഒരു ഡിഫറൻസ് ആണ്. കാര്യം ബാംഗ്ലൂർ സിറ്റിയിൽ ഉള്ള ആളായതുകൊണ്ടും ഇവിടുന്ന് ബോൺ ആൻഡ് ബോട്ട് ആയതുകൊണ്ടും ഇപ്പോഴത്തെ ജനറേഷനും ഇതിന് തൊട്ട് മുന്നിലത്തെ ജനറേഷനാണ് സാറ്. അപ്പോൾ ഇത് തമ്മിൽ എങ്ങനെയാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്? എങ്ങനെയാണ്, എന്താണ് അതിനകത്തൊരു സാറിൻ്റെ ഉണ്ടായിരുന്നത് ഇപ്പം എന്താണ് ഇല്ലയെന്ന് ഫീൽ ചെയ്യുന്നൊരു കാര്യം? ഇപ്പോഴത്തെ ആൾക്കാർക്ക് റിസ്ക് എടുക്കാൻ ഒരു പേടിയാണ്. അവർക്ക് ഒരു കംഫർട്ടബിൾ ലൈഫ്, ഒരു 40,000 സാലറി മന്ത്ലി, ആ ഒരു പ്ലാൻ അവർക്കാണ് മതിയത് അവർക്ക്. സോ അത് അവർ വെച്ചാൽ ഹാപ്പിയാണ്. ദേ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എനി റിസ്ക്. അവർ സ്വന്തം നീഡ്സാണ് നോക്കുന്നത്, ഫ്യൂച്ചർ എന്നല്ല. അല്ലാതെ ഒരു സൊസൈറ്റി, ആസ് എ സൊസൈറ്റി അവർക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ആ തോട്ടില്ല. അവരുടെ ലൈഫ്, അവരുടെ പേഴ്സണൽ നീഡ്സ് അതിൽ പോകുന്നു. സോ I want to make a change in the society. I want to be a different person in the society. Okay. Like Dr. P. Anil Kumar എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. Yes. So I don't want to be his son. Okay. I want my own identity. So okay. അപ്പം സാറിൻ്റെ ഓൺ ഐഡൻറ്റിറ്റിയിൽ നമുക്ക് ഇനിയും പുതിയ 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 ഇതുപോലത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനിയും വരും. യെസ്. അപ്പോൾ അതിനുള്ള പാഷൻ ബേസ് ചെയ്തിട്ട് ഈ മേഖലയിൽ തന്നെ ആയിരിക്കുമല്ലോ, വേറെ മേഖലയിൽ ഇല്ല. നമ്മൾ ഓവറോൾ ഒരു ഹോസ്പിറ്റാലിറ്റി, പിന്നെ എൻ്റർടൈൻമെൻറ്റ് ലൈക്ക് മോൾസ്, പിന്നെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ഒരു സ്കൂള്. ഓക്കെ. സോ ഓവറോൾ എല്ലാത്തിലും ലൈക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം, പബ്ലിക്കിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം. ദ വേർഡ് MJ എന്ന് പറഞ്ഞ ബ്രാൻഡ് എല്ലാവരുടെയും വീട്ടിലും എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാവണം. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്തു തരാം. അതായത് നമ്മളോട് അവസാനിക്കരുത്, നമ്മൾ ഉണ്ടാക്കി വെച്ചത് ബാക്കിയുള്ളവർക്കും കൂടി ഉപകാരപ്പെടണം. ആ ഒരു നമ്മൾ വൈഡ് ആയിട്ടുള്ള ആംഗിളാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. ആക്ച്വലി ആ ഒരു ആംഗിളാണ് ഇന്നത്തെ ജനറേഷനിലേക്ക് മിസ്സിങ് എന്നുള്ളതാണ്. അതായത് എവറിത്തിങ് ഈസ് ദെയർ, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി പോയത്. പക്ഷെ അവരുടെ നെക്സ്റ്റ് ജനറേഷനിൽ ഈ പറഞ്ഞ എവറിത്തിങ് ക്യാരി ഫോർവേഡ് ആവില്ല, ആവില്ല. ബിക്കോസ് ഇവരൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല.